ആത്മഹത്യ പിശാച്. ഈ പിശാച് എപ്പോഴും നമ്മെ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഇതിലേക്ക് പ്രേരിപ്പിക്കും. ചിലരോട് വിഷം കുടിച്ചോളാൻ പറയും, ചിലരോട് കെട്ടി തൂങ്ങി ചാകാൻ പറയും, ചിലരോട് ട്രെയിനിൽ ചാടാൻ പറയും, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാനായിട്ട്, അല്ലെങ്കിൽ കടലിൽ ചെന്ന് ചാടണം. ഇങ്ങനെ എപ്പോഴും തോന്നലുണ്ടായിക്കൊണ്ടിരിക്കും. ഈ തോന്നൽ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയാണ്. ഇതിനല്പം മെഡിസിനോട് ചിലപ്പോൾ വേണ്ടി വരും. ഡിപ്രഷനുള്ളവർക്ക് സാധാരണഗതിയിൽ നിരാശ, ഡിപ്രഷൻ, കരച്ചിലൊക്കെ ഉള്ളവർ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് രാത്രിയിൽ 9 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കുകയും ഉറക്കമില്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു ബന്ധുക്കൾ ഉടനെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള വ്യക്തികളെ അങ്ങേയറ്റം സൂക്ഷിക്കണം. എപ്പോഴാണ് ഇവർക്ക് തോന്നണേന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ ഇവരുടെ നിരാശ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസിക രോഗം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അത് ഏതെങ്കിലും പ്രത്യേക ഷോക്കിൽ നിന്നായിരിക്കാം, ലവ് അഫെയർ പരാജയപ്പെട്ടതായിരിക്കാം. ഇങ്ങനെ പല വിധത്തിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നുണ്ട്. കർത്താവ് ഈ മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ആത്മഹത്യ ചിന്തയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഒരു ഫോൺ കൗൺസിലിങ്ങിലൂടെ സഹായിക്കാൻ സാധിക്കും. ഫോൺ കൗൺസിലിങ്ങിന് വിളിക്കാൻ 9447465414. ഇത് 24 മണിക്കൂറും വിളിക്കാം. ആത്മഹത്യയിൽ നിന്ന് ഒത്തിരി പേരെ രക്ഷപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.